ഐഡിയേഴ്സ് നമുക്കിന്നൊരു ചൗ തോരൻ വെച്ചാലോ? അതിനായി നമുക്ക് ഒരുങ്ങാം. ഓക്കെ, എല്ലാവരും വന്നോളൂ. ഐഡിയേഴ്സ്, നമുക്ക് ഈ വെജിറ്റബിൾ എല്ലാവർക്കും അറിയോ? ഇതാണ് ചൗ. പലർക്കും പല രീതി പേരായിരിക്കും. ഇവിടെയൊക്കെ ചൗ എന്നാണ് അറിയപ്പെടുന്നത്. വളരെ ഹെൽത്തിയാണ്. പിന്നെ നമ്മുടെ ഓമയ്ക്ക അല്ലെങ്കിൽ കപ്പളങ്ങ, പപ്പായൊക്കെ തോരൻ വെച്ച പോലെ ഇരിക്കും. ഇതാ നമ്മുടെ ഈ തൊലിയൊന്ന് ചെത്തിയിട്ട് അതിൻ്റെ അകത്തൊരു കുരു പോലെ അതും എടുത്ത് കളഞ്ഞിട്ട് ഗ്രേറ്റിൽ അരിഞ്ഞ് ചെറുതായിട്ട് എടുക്കുന്നത് നല്ലത്. ചെറുതായിട്ട് അരിയുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഓക്കെ, നമുക്ക് അരിഞ്ഞ് വരാം. യെസ്, ഇത് കണ്ടിട്ടില്ലാത്തൊരു ദിവസം കാണിക്കുകയാണ്. ഇതുപോലെ നമ്മളൊന്ന് ചെത്തി എടുത്തു. ഇതുപോലെ പീസാക്കി ഇതിനകത്ത് ഒരു ചെറിയ സീഡ് ഉണ്ടായിരുന്നു. ആ സീഡ് നമ്മൾ ഇതുപോലെ അതെടുത്ത് കളയണം കേട്ടോ. എന്നിട്ട് ചുരണ്ടി വെച്ചിട്ട് നമുക്ക് ഗ്രേറ്ററിലോ ചോപ്പറിലോ വെച്ച് അരിയുന്നതാണ് നല്ല ടേസ്റ്റ്. ഓക്കെ, നമുക്ക് അരിയാം. ഐഡിയസ്, അപ്പം ഞാൻ എന്തുവാ പറയുന്നത്, ഗ്രേറ്ററിൽ അരിഞ്ഞെടുത്തു ഇതുപോലെ കേട്ടോ. വളരെ നൈസായിട്ട് നീളത്തിലരിഞ്ഞ് നിങ്ങൾക്ക് ഗ്രേറ്ററിലോ ചോപ്പറിലോ ഒക്കെ അരിയാം. നൈസായിട്ട് അരിയുന്നതാണ് നല്ലത്. ഓക്കെ, പിന്നെ നമുക്ക് അതിന് ചതയ്ക്കാനുള്ളത് നമ്മുടെ തേങ്ങ. നിങ്ങൾക്ക് ആവശ്യമുള്ള തേങ്ങ വെച്ച് തേങ്ങ കൂട്ടിയിട്ട് നല്ലതാണ്. തേങ്ങ, ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കാന്താരിയും പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ അരപ്പൊന്ന് ചതച്ചിട്ട് വരാം. ഓക്കെ ഐഡിയേഴ്സ്, അപ്പം നമ്മൾ പാൻ എടുത്തു. ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. നമ്മുടെ ഇച്ചിരി കടുകിട്ടു. പിന്നെ നമുക്ക് വേണ്ട ഞാൻ കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ സാമ്പാറിൻ്റെ ചെറിയ നമ്മുടെ എന്താ പറയുന്നതിന് പയറുപരിപ്പില്ലേ, ചെറുപയർ പരിപ്പ്, അത് തന്നെ. അത് ഞാനിട്ട് വേണം. നിങ്ങൾക്ക് ഉഴുന്ന് വിടാം കേട്ടോ. ഇതിടാം, നല്ല ടേസ്റ്റാണിത്. ഇതും ഈ ഉഴുന്നും നമ്മുടെ ഈ പരിപ്പും ഈ ചൗ ഉള്ള കറി ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ എന്താ ഇടാം, സവാള ഇടാം. ഈ പരിപ്പ് കറി, ഈ ചൗവും പരിപ്പ് കറി നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ പരിപ്പ് കൂടെ ചേർത്ത് അത് ഞാൻ അവർക്ക് കാണിച്ചു തരാം. നല്ല ടേസ്റ്റാണ്. ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങളെയൊന്ന് കാണിക്കാൻ വിചാരിക്കും. ഈ ചൗ അങ്ങനെ ഒരു തെറ്റിദ്ധരിക്കപ്പെട്ട വെജിറ്റബിളാണ്. എന്നാൽ വെക്കാൻ നീ ആർക്കും അറിയത്തില്ല, അല്ലെങ്കിൽ ആരും വാങ്ങിക്കാറില്ല. ഇങ്ങനെ ഷോപ്പിലൊക്കെ ചെന്ന് ചോദിക്കുമ്പം അവർ നമ്മളൊരു അത്ഭുതത്തോടെ നോക്കും. സൂപ്പർ മാർക്കറ്റിലൊക്കെ വളരെ കുറവാണ് ഇത്. ഇത് ആരും വാങ്ങിക്കാത്തതുകൊണ്ടായിരിക്കും. വടക്കേന്ത്യയിലൊക്കെ ഒത്തിരി സുപരിചിതമാണത്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കാം. ഈ ചൗവിന് വലിയ വേവില്ല, വാട്ടർ കണ്ടന്റാണ് കൂടുതൽ. നമ്മുടെ ഒരു ഏകദേശം നമ്മുടെ ഓമയ്ക്കയുടെ ഒക്കെ ഒരു ടേസ്റ്റ് വരും. പച്ചയ്ക്ക് ഞാനിത് കഴിക്കും കേട്ടോ. എത്രത്തോളം ശരിയാവുമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ കുറച്ച് അരിയുമ്പോഴൊക്കെ എടുത്ത് തിന്നാറുണ്ട്. ഒരു കയ്പ്പ് നല്ല തിന്നുമ്പോൾ നമ്മുടെ ഓമയ്ക്കയുടെയൊക്കെ ഒരു ടേസ്റ്റ്. അപ്പോൾ ഇത് നല്ലതുപോലെ ഉള്ളി ഒന്ന് വാടിയിട്ട് നമുക്ക് ഇതിനകത്ത് ഒരു മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മളൊന്ന് ചതച്ചെന്നാൽ തന്നെ ഇതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് ആഡ് ചെയ്യാം. തീ ഒന്ന് കുറയ്ക്കുവാണെങ്കിൽ. അപ്പോൾ നമ്മുടെ ഇതെല്ലാം ഒന്ന് വാടി, മുളക്, മഞ്ഞൾപ്പൊടി എല്ലാം വാടി കഴിയുമ്പോൾ നമ്മുടെ പ്രധാനമായിട്ട് നമ്മുടെ ചൗ. ഈ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇതൊന്ന് ഇളക്കിയിടാം. അരപ്പിട്ടിട്ടില്ല, ലാസ്റ്റ് ഇട്ടാൽ മതി. അപ്പോൾ നമ്മുടെ ചൗ എല്ലാം ഒരുവിധം ഒരു 3/4 ഭാഗം വെന്ത് കേട്ടോ. നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല, അടിക്കും പിടിച്ചിട്ടില്ല. ഇതിനകത്ത് തന്നെ വാട്ടർ കണ്ടന്റ് ഉണ്ട്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ചെയ്ത് നോക്കണം ഇതുപോലെ കേട്ടോ. എന്നിട്ട് നമ്മുടെ അരപ്പ് നമ്മൾ തേങ്ങയൊക്കെ ഇച്ചിരി കൂടുതൽ ചേർത്താൽ നല്ല ടേസ്റ്റാണ്. എപ്പോഴും നമ്മൾ ഈ ബീൻസ്, അമരക്കയും അല്ലെങ്കിൽ ക്യാബേജും ഒക്കെ ഇടുന്നതിനേക്കാൾ ഇടയ്ക്കിടയ്ക്ക് ഒരു മാറ്റം. ഇടയ്ക്ക് ഒരു മാസത്തെ ഒരിക്കൽ ചൗ വാങ്ങിച്ച് കഴിച്ചാൽ എല്ലാവർക്കും ഒരു വെറൈറ്റിയാണ്. നല്ല ടേസ്റ്റാണ്, അതുപോലെ ഹെൽത്തിയാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതൊന്ന് അരപ്പന്ത് പിടിക്കട്ടെ. ഐഡിയസ്, അപ്പം നമ്മുടെ ചൗ തോരൻ ഫൈനൽ ഘട്ടത്തിലേക്കായി. നല്ല ഭംഗിയില്ലേ, കഴിക്കാനും അതേ ടേസ്റ്റ്. അപ്പം നമുക്ക് സർവ് ചെയ്യാം. ഓക്കെ, ഞാൻ സർവ് ചെയ്തു. ഇതാണ് നമ്മുടെ ചൗ തോരൻ. എല്ലാവരും ഇതൊന്ന് വെച്ച് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മളൊരു തെറ്റിദ്ധരിക്കപ്പെട്ട വെജിറ്റബിളാണ്. ഇതെങ്ങനെ വെക്കുമെന്ന് ചിലവർക്ക് ആശങ്കയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഈ രീതിയിലൊന്ന് വെച്ച് നോക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ചില മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്താം. പയറിന് ഞാൻ പരിപ്പിന് പകരം ഉഴുന്ന് പരിപ്പ് ചേർക്കാം, ഉഴുന്ന് ചേർക്കാം, അങ്ങനെയൊക്കെ പലതും ചേർക്കാം. ഓക്കെ, മുട്ട ചേർക്കാം. പലതൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫീഡ്ബാക്ക് എൻ്റെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, വാച്ച് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ആൾ.